എന്നിട്ട് ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക, ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുക. വയനാട്ടിൽ ലീഗ് വീടുണ്ടാക്കാൻ കഴിയില്ല. എന്തായിരുന്നു ആക്ഷേപം? ലീഗ് വാങ്ങിയ ഭൂമി തോട്ടഭൂമിയാണ്, അവിടെ വീട് പണി നടക്കാൻ പോകുന്നില്ല. ഞങ്ങളെ എതിർത്തവരോടും ഞങ്ങളെ വിമർശിച്ചവരോടും ഒക്കെ ഞങ്ങൾ പറയട്ടെ, 1-ാം തീയതി മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലത്ത് 105 വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ കണ്ണു തുറന്ന് കണ്ടോ? പിന്നെ കൊട്ടേഷൻ മുഴുവൻ എടുത്ത ആരാന്നറിയോ? ലീഗ് പുറത്താക്കിയ, മുസ്ലിം ലീഗ് പുറത്താക്കിയ KT ജലീൽ. ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഡൽഹിയിൽ ലീഗ് ഉണ്ടാക്കുന്ന ആസ്ഥാന മന്ദിരം അതൊരു തട്ടുപൊളിപ്പൻ കേന്ദ്രമാണ്, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടമാണ്. അതുകൊണ്ട് സ്വന്തം സ്ഥലം വാങ്ങി അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് ലീഗ് ചെയ്യേണ്ടത്. ലീഗിന് ഉപദേശം നൽകുക എന്ന് പറയാതെ റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ്. ആരൊക്കെ ആ കെട്ടിടം വാങ്ങിയത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും വഹാബ് സാഹിബും അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ തലമുതിർന്ന നേതാക്കന്മാർ. അവരാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റാക്കി ഇയാൾ ചിത്രീകരിച്ചത്. കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നമ്മളൊക്കെ കണ്ടു. ഓരോ ലീഗ് പ്രവർത്തകനും അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരമാണ് ഡൽഹി ഉദ്ഘാടനം കഴിഞ്ഞത്. വയനാട്ടിൽ സ്ഥലം വാങ്ങിയപ്പോ ഉടനെ ഇദ്ദേഹം വന്നിട്ട് അത് വഹാബ് സാഹിബിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു, അത് PK ബഷീറിനെയും PK ഫിറോസിനെക്കാണ് ഏൽപ്പിക്കേണ്ടത്. വഹാബ് സാഹിബ് വാങ്ങിയ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം, അതിന് പരാതി. PK ബഷീർ സാഹിബ് കൺവീനറായ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വാങ്ങിയ വയനാട്ടിലെ ഭൂമി, അതിന് പരാതി. അത് തോട്ടഭൂമിയാണ്, കച്ചവട താല്പര്യമാണ്, അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ സമയം വൈകിപ്പിച്ചു, ഞങ്ങൾക്കറിയാം. ആ പാവങ്ങൾക്ക് ലീഗ് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആ വീട് നിർമ്മാണം അടക്കം മുടക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ് ജലീലും കൂട്ടരും. അവിടെ ദുരന്തം ഉണ്ടായിട്ട് ഒരു കൊല്ലത്തിനിടയിൽ ഒരു ദിവസം പോലും വയനാട്ടിലേക്ക് അദ്ദേഹം കയറിയിട്ടില്ല. എന്നിട്ട് അവസാനം ഈ ലീഗിന്റെ ഈ പണി മുടക്കാൻ, ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് മുടക്കാൻ വേണ്ടി അദ്ദേഹം വയനാട്ടിലേക്ക് കയറി പത്രസമ്മേളനം നടത്തി. ഒരു മാധ്യമ സ്ഥാപനം കൊടുത്തില്ല വാർത്ത. കൈരളി അടക്കം ലൈവായിട്ട് 1 മിനിറ്റ് കൊടുത്ത് കട്ടാക്കി കിടന്നു. കൈരളിക്ക് പോലും വേണ്ടാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയെങ്കിൽ അദ്ദേഹം ആലോചിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ എന്റെ വീട് അടക്കം നടക്കുക. ഷാജി സാഹിബിന്റെ വീട് കുറെ അളന്നു, ഇപ്പൊ എന്റെ വീടും സ്ഥലവും. 2009 എങ്ങനെ ഫിറോസ് വീട് വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു? ഞാൻ കോഴിക്കോട് ലോ കോളേജ് പഠിക്കാന്ന്. ലോ കോളേജ് പഠിക്കുന്ന സമയത്ത് 10 സെന്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടതും വലതുമാകത്തുള്ള ആളുകളില്ലേ രാഷ്ട്രീയം തൊഴിലാക്കിയവർ, ആ രാഷ്ട്രീയം തൊഴിലാക്കിയവരെ പോലെ അല്ല ഞങ്ങൾ, രാഷ്ട്രീയം തൊഴിലാക്കിയവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നിട്ട് വിജിലൻസിന് ഒരു പരാതി, ഫിറോസിന് കൂലിയും വേലയില്ല. എന്താണ് കൂലിയും വേലയും? ഒരു ഭാഗത്ത് പറയാ ഫിറോസിന് കൂലിയും വേലയില്ല, വേറെ ഭാഗത്ത് പറയാം ഫിറോസിന് ടൂറിസം ഉണ്ട്, ട്രാവൽസ് ഉണ്ട്, വില്ലാ പ്രൊജക്ട് ഉണ്ട്. ഒരു ഭാഗത്ത് ഇല്ല എന്ന് പറയാം, വേറെ ഭാഗത്ത് ഉണ്ടെന്ന് പറയാം. എന്നിട്ട് അതിലാരും ചേരരുതെന്ന് പറയാം. ഏഷ്യാനെറ്റിൽ ഞാൻ PK ബഷീർ വിളിച്ച വാക്ക്, നിയമസഭയിൽ വിളിച്ച വാക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏഷ്യാനെറ്റിലെ വിനു വിളിച്ച വാക്കുണ്ടല്ലോ, അൽപ്പൻ. ആ അൽപ്പൻ എന്ന പദം കേരളത്തിൽ ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും വ്യക്തിക്കുണ്ടെങ്കിൽ അത് അദ്ദേഹമാണെന്ന് വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിജിലൻസിൽ പരാതി കൊടുത്തു.